ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലുമൊക്കെ വർഗീയ സംഘർഷങ്ങൾക്ക് കോപ്പുകൂട്ടിയവരെ അടിച്ചൊതുക്കിയതിന് തൊട്ടു പിന്നാലെ അവരുടെ പുതിയ തട്ടകമായി നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളും ഒഡീഷയുമൊക്കെ മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒഡീഷയുടെ കട്ടക്കിൽ കഴിഞ്ഞ ദിവസം ഒരു ദുർഗ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് നേരെ നടന്ന കല്ലേറ് വലിയ കലാപമായി മാറി. അത് ഏതാണ്ട് 25 ഇടങ്ങളിലേക്ക്, വിവിധ ഇടങ്ങളിലേക്ക് വ്യാപിച്ചതോടുകൂടി സർക്കാർ കർഫ്യൂ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ 36 മണിക്കൂർ നേരത്തേക്ക് ഇന്റർനെറ്റും വിച്ഛേദിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കലാപമായി തന്നെയാണ് മാറിയത്. ഇരുവിഭാഗവും സംഘടിച്ചു. കല്ലേറ് മാത്രം ആയിരുന്നില്ല, പകരം വാഹനങ്ങൾ കത്തിക്കുക, വീടുകൾ നശിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇന്ന് 12 മണിക്കൂർ ബന്ദിന് വിശ്വ ഹിന്ദു പരിഷത്തും ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ദുർഗാ ബസാർ, മംഗളബാഗ് കണ്ണോൺമെന്റ്, പുരിഘട്ട്, ലാൽബാഗ്, ബിദൻദാസി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചും കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ആളുകൾ സംഘടിപ്പിച്ചതും ഒപ്പം തന്നെ വ്യാജ വാർത്തകൾ നൽകിയുമായിരുന്നു ഈ കലാപം അല്ലെങ്കിൽ സംഘർഷം ഒഡീഷയുടെ മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത് എന്ന് കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നത്. 25ഓളം പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും പോലീസ് ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും ഈ ഉത്തർപ്രദേശ് ഇത്തവണ ശാന്തമായിരുന്നു. ഈ നവരാത്രിയോടനുബന്ധിച്ച് ഒരു സംഘർഷം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഉത്തർപ്രദേശിൽ. പക്ഷേ ഒഡീഷയിൽ സംഘർഷം ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ് കലാപകാരികൾ നടത്തിയത്. ഏതായാലും അതിപ്പോൾ ശാന്തമായി വരുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.